ഗാമ ഫംഗ്ഷൻ അതിൻ്റെ കൺവേർജൻസ്, ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ, ഡ്യൂപ്ലിക്കേഷൻ ഫോർമുല. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്ന് ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ. ദെൻ രണ്ടാമത്തത് ഗാമ ഹാഫിൻ്റെ വാല്യൂ റൂട്ട് പൈ എന്നുള്ളതിൻ്റെ പ്രൂഫ്. ആൻഡ് പ്രോബ്ലം 0 to infinity e raised to minus x സ്ക്വയറിൻ്റെ ഇവാലുവേഷൻ, അതേപോലെ 0 to π/2 റൂട്ട് ടാൻ തീറ്റയുടെ ഇവാലുവേഷൻ സാധാരണ എക്സാമിനേഷൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം ഗാമയുടെ ഡെഫിനിഷനും അതിൻ്റെ കൺവേർജൻസ് നോക്കാം. ഇതാണ് ഗാമ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇഫ് n is greater than 0, the integral 0 to infinity e raised to minus x into x raised to n minus 1 dx, e raised to minus x, x raised to n minus 1 dx, 0 to infinity is called gamma function denoted by gamma, capital gamma of n. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇൻഫിനിറ്റി ഉണ്ട്, സോ ഇറ്റ്സ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഒരു സംശയമില്ല. പക്ഷേ n ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ n 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ n-1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ എക്സ് റൈസ് ടു ആ പവർ നെഗറ്റീവ് പവർ ആയതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ 0-ൽ അൺബൗണ്ടഡ് ആവും. അപ്പോൾ n ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡിൻ്റെ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഫസ്റ്റ് കൈൻഡ് ആണ് പ്ലസ് സെക്കൻഡ് കൈൻഡ്, അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് തേർഡ് കൈൻഡ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ തേർഡ് കൈൻഡ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0-ൽ അൺബൗണ്ടഡ് ആണ്, ഇൻഫിനിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഞാനിവിടെ 0 to 1 + 1 to infinity എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. എക്സ് ഏത് പവർ വന്നു കഴിഞ്ഞാലും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ഇത് എക്സിൻ്റെ പവർ നെഗറ്റീവ് വരുന്ന സമയത്ത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് വരും. അല്ലാത്ത കേസിൽ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് രണ്ട് കേസ് ആക്കണം. അപ്പം ഞാൻ ഇതിനെ നമുക്കൊരു I1 എന്നും I2 എന്നും വിളിക്കാം. ഇഫ് 0 ലെസ് ദാൻ n ലെസ് ദാൻ 1, അപ്പോൾ ആ കേസ് കൺസിഡർ ചെയ്യാം. ആ കേസാണ് മെയിനായിട്ടുള്ള കേസ്. അവിടെ I1, ഇപ്പോൾ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ. I1 is equal to this integral, I2 is equal to the second integral. I1 is, if 0 less than n less than 1, I1 is improper of second kind. I2 is improper ഫസ്റ്റ് കൈൻഡ്. എന്നിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സെക്കൻഡ് കൈൻഡ് ആണ്. കാരണം 0 to 1 ആവുന്ന സമയത്ത് ഈ പവർ നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ താഴേക്ക് തന്നെ എഴുതാണ്, ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1 - n എന്ന് എഴുതാണ്. സോ 1 - n പോസിറ്റീവ് ആണ്. ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എടുക്കുന്നു 1/x റേസ് ടു 1 - n. Then limit x tends to, ഇവിടെ 0-ൽ അൺബൗണ്ടഡ്, സോ x tends to 0, f of x by g of x is equal to limit x tends to 0, ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് e raised to minus x എന്ന് വരും. e raised to 0 1 ആണ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യും. നമുക്ക് അറിയാം, സിൻസ് ഇൻ്റഗ്രൽ 0 to 1, 1/x raised to 1 - n കൺവേർജസ്. ഇൻ്റഗ്രൽ 0 to, അല്ലെങ്കിൽ ഇത് സെക്കൻഡ് കൈൻഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇൻ്റഗ്രൽ a to b 1/x - a all raised to p കൺവേർജസ് ഇഫ് p is less than 1 എന്നാണ്. ഇവിടെ ലെസ് ദാൻ 1 അല്ലേ ഈ 1 - n, n 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്ക് ആകുമ്പോൾ 1 - n is less than 1. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതുന്നുള്ളൂ. ദിസ് കൺവേർജസ്, I1 കൺവേർജസ്. ഇനി ഇതേപോലെ I2-ൻ്റെ കേസ് എടുത്ത് I2-ൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരുന്നു എന്നുള്ളതാണ്. സോ ടേക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n - 1, അത് തന്നെ ഞാൻ എടുക്കുന്നത്. ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ്
ഒരു കോൺസ്റ്റൻ്റ് ആവണം. പക്ഷേ ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റിയാണ്. സോ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. 0 ആണെന്ന് മാത്രമല്ല ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ്പൊണൻഷ്യൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിൻ്റെ പവർ എന്ത് കൂടെ ഉണ്ടെങ്കിലും അത് ഈ ഇ റൈസ് ടു മൈനസ് എക്സ് ഈ മൊത്തം എക്സ്പ്രഷനെ 0 പിടിച്ച് വലിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0 ആവാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ ജി ഓഫ് എക്സ് ഇവിടെ എടുക്കുന്നു 1/x² എന്ന് എടുക്കുന്നു. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ x² മുകളിൽ വരണം. മുകളിൽ വരുമ്പോൾ എക്സ് റൈസ് ടു n-1 + 1 വന്നു. സോ എക്സ് റൈസ് ടു n+1 വന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചെയ്ത് നോക്കൂ. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു അതൊരു x² ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമ്മൾ ചെയ്യുക ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയാ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് എന്ന് വിളിക്കാം. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആവും. മുകളിലും താഴെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ 2x ബൈ ഇ റൈസ് ടു എക്സ് വരും. എഗെയിൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമായി ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ എക്സിൻ്റെ ഏത് പവർ ആണെങ്കിൽ ഇതേ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേജിൽ ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് എന്ന് വരും. എഗെയിൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. സോ 1/∞ = 0. അത് എക്സിൻ്റെ ഏത് പവർ ആയാലും കിട്ടും. അപ്പോൾ എന്തായാലും എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0 ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടെസ്റ്റ് വെച്ചിട്ട് ലിമിറ്റ് 0 ആയതുകൊണ്ട് ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്താൽ മാത്രമേ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുള്ളൂ. ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്ന കേസിൽ അവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ജി ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് എന്തേ 1/x എടുത്തില്ല എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ അത് എനിക്ക് കൺവേർജ് ചെയ്യുന്ന കേസാണ് വേണ്ടത്. 1/x² ആണ് കൺവേർജ് ചെയ്യുക. അറിയാലോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ 1/x⁻p ആണെങ്കിൽ കൺവേർജസ് ഇഫ് p is greater than 1 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെൻസ് നമുക്ക് ഇത്ര എഴുതിയാൽ മതി. സെൻസ് ഇൻ്റഗ്രൽ 1 to infinity 1/x² dx converges by quotient test I2 converges. ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് therefore I1 plus I2 integral 0 to infinity e raised to minus x x raised to n-1 dx converges. ഇനി അടുത്ത കേസ് നമുക്ക് വേണ്ടത് ഇഫ് n is greater than or equal to 1 അവിടെ n greater than or equal to 1 ആവുന്ന സമയത്ത് ഇത് പ്രോപ്പർ ഇൻ്റഗ്രൽ കാരണം എക്സിൻ്റെ പവർ നെഗറ്റീവ് അല്ല പോസിറ്റീവ് വരിക. സോ I1 is പ്രോപ്പർ ഇൻ്റഗ്രൽ ആൻഡ് I2 അവിടെയും ഏത് തന്നെയാണ് വരുന്നത് ഇസ് ഇംപ്രോപ്പർ ഓഫ് ഫസ്റ്റ് കൈൻഡ്. പ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ്, ഇതും കൺവേർജസ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു വിച്ച് ഇസ് കൺവേർജൻറ്റ്. therefore I1 plus I2 integral 0 to infinity e raised to minus x dx converges. അപ്പോൾ എല്ലാ കേസിലും കൺവേർജൻ്റ് ആണ്. സോ ഇൻ ഗാമ ഫംഗ്ഷൻ converges. So again gamma function is integral 0 to infinity e raised to minus x into x raised to n-1 dx. അടുത്ത നമ്മൾ നോക്കുന്നത് റെക്കറൻസ് ഫോർമുല അല്ലെങ്കിൽ റെക്കറൻസ് റിലേഷൻ ഓഫ് ഗാമ ഫംഗ്ഷൻ ആണ്. റിലേഷൻ ഇതാണ് ഗാമ n is equal to n-1 into gamma of n-1. അപ്പോൾ ഗാമ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ പോസിറ്റീവ് n. അത് ഇൻറ്റിജർ എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഗാമ എന്നുള്ളത് ബൈ ഡെഫിനിഷൻ 0 to infinity e raised to minus x into x raised to n-1 dx ആ. ഞാൻ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ബൈ പാർട്സ്. e raised to minus x എപ്പോഴും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അതിന് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ x raised to n-1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e raised to minus x അതായത് e raised to minus x ഡിവൈഡ് ബൈ -1 വരും മൈനസ് ഇൻ്റഗ്രൽ ഓഫ്
ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് n മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 2 വന്നു. എഗെയിൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഇസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ മൈനസ് 1. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to infinity. സോ 0 to infinity. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തൊട്ട് മുന്നേ കൺവേർജൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും ഇതേ കേസ് പറഞ്ഞിരുന്നു. ഇവിടെ ശരിക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല, അത് ലിമിറ്റ് കാണാണ്. അത് 0 to infinity എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷനിൽ നമ്മൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 0 to b എന്നാണ് ചെയ്യേണ്ടത്. സോ എഗെയിൻ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. എക്സിൻ്റെ ഏത് പവർ ആയാലും ഈ ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളത് 0 പിടിച്ചു വലിക്കും. സോ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിമിറ്റിംഗ് കേസിൽ 0 ആയി വരിക. നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 0 ആയി. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയേ വേണ്ട. സോ ദാറ്റ് ഇസ് 0 ആൻഡ് ഈ മൈനസ് സോ ദാറ്റ് ഇസ് പ്ലസ് n മൈനസ് 1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഇൻറ്റു 0 to infinity എക്സ് റേസ് ടു n മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. സോ ഡി എക്സ് or that is n minus 1 into 0 to infinity e raised to minus x x raised to n minus 2 dx. അപ്പോൾ ഇത് ഗാമ ഫംഗ്ഷൻ്റെ പോലെ തന്നെയല്ല. ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണെങ്കിൽ ഗാമ n ആണ്. സോ എക്സ് റേസ് ടു n മൈനസ് 2 വന്നുകൊണ്ട് ദാറ്റ് ഈസ് ഗാമ n മൈനസ് 1. ഇനി ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസ് ഇഫ് n is പോസിറ്റീവ് ഇൻറ്റിജർ, ഗാമ n is n മൈനസ് 1 ഗാമ n മൈനസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സോ ഗാമ n is equal to n മൈനസ് 1 ഗാമ n മൈനസ് 1. സോ ദാറ്റ് ഇസ് n മൈനസ് 1 ഇൻറ്റു ഗാമ n മൈനസ് 1 നമുക്ക് n മൈനസ് 2 ഗാമ n മൈനസ് 2 എന്ന് എഴുതാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അങ്ങ് കുറഞ്ഞ് പോകും. പക്ഷേ n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഉള്ള പ്രത്യേകത ഇത് കുറഞ്ഞിട്ട് n എന്ന് കുറഞ്ഞ് n മൈനസ് 1 n മൈനസ് 2 n മൈനസ് 3 പോയിട്ട് ഏറ്റവും അവസാനം 1-ലെത്തണം, അല്ലെങ്കിൽ 1 ഗാമ 1-ലെത്തും. നൗ ഗാമ 1 is equal to definition പ്രകാരം that is integral 0 to infinity e raised to minus x into x raised to n minus 1 ആണ് ഗാമ n. So x raised to 0 ആയി. x raised to 0 is 1. So e raised to minus x integral 0 to infinity e raised to minus x dx എന്ന് വരും. e raised to minus x integral is e raised to minus x divided by minus 1. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to infinity. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 ആയി, മൈനസ് പിന്നെ ഈ മൈനസ് 1 കൂടി ഉണ്ട്. സോ പ്ലസ് ആയി, ഇ റേസ് ടു 0 is 1. സോ ഗാമ 1ൻ്റെ വാല്യൂ 1 എന്നാണ് വരുന്നത്. therefore ഗാമ n is equal to n minus 1 into n minus 2 into etc into 1 എന്ന് വരും. സോ ദാറ്റ് ഈസ് n minus 1 factorial. സോ n പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന കേസ് ഗാമ n-ൻ്റെ വാല്യൂ എക്സാക്ട്ലി n മൈനസ് 1 ഫാക്ടോറിയലാണ്. therefore ഗാമ 1 എന്ന് പറഞ്ഞാൽ 1 ആ വരിക, കാരണം 0 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 1. ഗാമ 2 is again 1, n മൈനസ് 1 ഫാക്ടോറിയൽ. ഗാമ 3 is 2 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 2. ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂസും കാണാം. അടുത്ത് നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഇത്. ഡെറിവേഷനാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ആൻഡ് ദ റിലേഷൻ ഈസ് ബീറ്റ എം എൻ is equal to gamma m into gamma n divided by gamma of m plus n. നമ്മൾ എം എന്നും പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന സമയത്ത് ബീറ്റ എം-ൻ്റെ കേസിൽ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് m മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m പ്ലസ് n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന്. ആൻഡ് ഗാമയുടെ കേസിൽ n മൈനസ് 1 ഫാക്ടോറിയൽ എന്നുള്ളതും പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന സമയത്ത് ആ രണ്ട് പ്രൂഫുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൂഫായി. പക്ഷേ ഇത് ജനറൽ കേസാണ് പ്രൂവ് ചെയ്യുന്നത്. എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റിജർ അല്ലാത്ത കേസിലും അപ്ലൈ ചെയ്യാവുന്ന കേസാണ്. ആദ്യം ബീറ്റ എം എൻ എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡെഫിനേഷനിൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 x raised to m minus 1 into 1 minus x the whole raised to n minus 1 dx ആണ്. And that is equal to 2 times 0 to pi by 2 sin raised to 2m minus 1 theta into cos raised to 2n minus 1 theta d theta.
ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതറിയാം. അതേപോലെ ഗാമ എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻x ഇൻറ്റു x⁻n−1 dx എന്നുള്ള അറിയാം. ഇത് ശരിക്ക് എക്സിന് സൈൻസ് കോ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ റിസൾട്ടിൽ എത്തിയത്. അതേപോലെ ഇവിടെ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു t², ദെൻ dx ഇസ് ഈക്വൽ ടു 2t dt ആവും. എക്സ് വേരിയസ് ഫ്രം 0 to ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ടി ഇസ് വേരിയും ഫ്രം എക്സ് 0 ആകുമ്പോൾ ടിയും 0 ആയിരിക്കണം. ആൻഡ് എക്സ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ടിയും ഇൻഫിനിറ്റി ആവും. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഗാമ എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് t² ആവും. സോ e⁻t² and t² raised to n-1. t² raised to n-1 പറയുമ്പോൾ 2 into n-1 2n minus 2 വരും. into dx is 2t dt. So that is 2 times integral 0 to infinity e⁻t² into t raised to 2n minus 1 dt എന്ന് വരും. അപ്പോൾ ഈ ഗാമ എന്നിൻ്റെതും ഗാമ എന്നെ തന്നെ വേറൊരു രീതിയിൽ എഴുതുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബീറ്റയുടെ കേസിലും ഗാമയുടെ കേസിലും ഈ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണം. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഗാമ എം ഇൻറ്റു ഗാമ എൻ എടുക്കുകയാണ്. സോ ഗാമ എം എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 times ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻, ഇവിടെ എൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി ഉള്ളതൊക്കെ വേരിയബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ആദ്യത്തെ വേരിയബിളായിട്ട് എക്സ് എന്ന് എടുക്കുന്നു. e⁻x² x⁻2m−1 dx എന്നെടുക്കുക. ആൻഡ് ഗാമ എൻ എന്നുള്ളതിന് ദാറ്റ് ഈസ് 2 times ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻y² ആൻഡ് y⁻2 ഇവിടെ ഗാമ എൻ ആണ്. സോ 2n-1 dy. So that is equal to 4 times integral 0 to infinity e⁻x² into x⁻2m−1 dx into integral 0 to infinity e⁻y²y⁻2n−1 dy. ഇനി ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടും ഈ ഇൻഡിപെൻഡൻ്റ്, കാരണം ഇതിൻ്റെ അകത്ത് എക്സ് മാത്രമേ ഉള്ളൂ, ഇതിൽ വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity e⁻x² x⁻2m−1 into e⁻y²y⁻2n−1 ഇത് തന്നെയാണ് dx dy. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടിയാണ് നേരെ തിരിച്ച് നമ്മൾ ഉപയോഗിക്കാറ്. ദിസ് ഡബിൾ ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു, കാരണം ഇതിൽ എക്സ് ഉള്ളത് എക്സും വൈയും ഒരുമിച്ച് വരുന്ന കേസില്ല. സോ എക്സ് ഉള്ളത് വേറെ വൈ ഉള്ളത് വേറെ എന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ രണ്ട് ഇൻ്റഗ്രൽസ് ആക്കി മാറ്റാം. അപ്പോൾ നേരെ തിരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 times ഇൻ്റഗ്രൽ 0 to infinity e⁻x² + y² എന്ന് എഴുതാം. x⁻2m−1 y⁻2n−1 dx dy. അപ്പോൾ ഇവിടെ ഈ x² + y² ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാം. പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന് r cos θ എന്ന് കൊടുക്കും, വൈക്ക് r sin θ എന്ന് കൊടുക്കും. സോ dx dy എന്നുള്ളത് r dr dθ വരും. r ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ 0 to infinity, വൈയുടെ വേരിയേഷൻ 0 to infinity. സോ അവിടെ വേരിയേഷൻസ് വരാവുന്നതാണ്. എക്സ് 0 to infinity, വൈ 0 to infinity എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആറും തീറ്റയിലോട്ടും വരുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനാണ്. 0 തൊട്ടിട്ട് എങ്ങ് വരെ പോവാം, ഇൻഫിനിറ്റി വരെ പോവാം. സോ ആർ വേരിയസ് ഫ്രം 0 to infinity വരും. ആൻഡ്
ഈ സ്ട്രിപ്പിനെ ഇങ്ങേയറ്റം നമുക്ക് 0യും അങ്ങേയറ്റം π/2 വരെയും കൊണ്ടുപോകാം ത്രൂ ദ റീജിയൻ. സോ തീറ്റയുടെ വേരിയേഷൻ 0 to π/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും 4 ടൈംസ് ഇൻ്റഗ്രൽ r ൻ്റെത് 0 to ഇൻഫിനിറ്റി, തീറ്റയുടേത് 0 to π/2 ആൻഡ് എക്സ് ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ ആണെങ്കിൽ x² + y² r². അപ്പോൾ ഇവിടെ e⁻r² വരും. ദെൻ എക്സിനെ r കോസ് തീറ്റ എന്ന് കൊടുത്താൽ r⁻2m−1 ഇൻറ്റു കോസ് തീറ്റ r⁻2m−1. അതേപോലെ വൈക്ക് r സൈൻ തീറ്റ എന്ന് കൊടുത്താൽ r⁻2n−1 ഇൻറ്റു സൈൻ തീറ്റ r⁻2n−1. ദെൻ dx dy എന്നുള്ളത് r dr dθ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് 0 to ഇൻഫിനിറ്റി 0 to π/2 e⁻r². ആറിൻ്റെത് എല്ലാം കൂടെ നോക്കിയാൽ 2m−1 ഉണ്ട്, 2n−1 ഉണ്ട്, ഒരു ആറും ഉണ്ട്. സോ 2m + 2n ഒരു 1 കട്ട് ചെയ്ത് പോകും. സോ 2m + 2n -1 വരും, അല്ലെങ്കിൽ r⁻2 × m + n -1 എന്ന് വരും. ബാക്കി cos⁻2m−1 തീറ്റ ആൻഡ് sin⁻2n−1 തീറ്റ dθ എന്ന് വരും. ഇപ്പോൾ വീണ്ടും ഡബിൾ ഇൻ്റഗ്രലിൻ്റെ അതേ പ്രോപ്പർട്ടി ഞാൻ തിരിച്ച് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ അകത്ത് ആറുകൾ സെപ്പറേറ്റ്, തീറ്റകൾ സെപ്പറേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ കണക്റ്റഡ് ആയിട്ട് കിടക്കാത്തതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 2 ഇൻ്റഗ്രൽസ് ആക്കി മാറ്റാം. സോ ദാറ്റ് ഈസ് 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻r² r⁻2 × m + n -1. ഓക്കെ, r dr dθ ആണ്. r എടുത്തിട്ടുള്ളൂ, ഒരു dr ഇവിടെ ഉണ്ട്. സോ dr. അതേപോലെ ഇവിടെ ഞാൻ എഴുതിയ സമയത്ത് r dr dθ എന്ന് എഴുതിയത് തീറ്റയുടെ ലിമിറ്റ് ഇപ്പുറത്താണ് എഴുതേണ്ടത്. നമ്മളിവിടെ ഏതാണോ ഓർഡർ എഴുതിയത് dr dθ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആറിൻ്റെയാണ് ആദ്യം എഴുതേണ്ടത്. സോ 0 to ഇൻഫിനിറ്റി ആൻഡ് 0 to π/2, 0 to ഇൻഫിനിറ്റി 0 to π/2. സോ ഇവിടെ എഴുതുന്ന സമയത്ത് ആറിൻ്റെതൊക്കെ ഒരുമിച്ച്. സോ dr ഇൻറ്റു ഇൻ്റഗ്രൽ ബാക്കിയുള്ളത് 0 to π/2 cos⁻2m−1 തീറ്റ ഇൻറ്റു sin⁻2n−1 തീറ്റ dθ എന്ന് വരും. ഓക്കെ, വീണ്ടും ഞാനിത് ഈ റിസൾട്ടുകൾ അപ്ലൈ ചെയ്യാണ്. βmn is equal to 2 times 0 to π/2 sin⁻2m−1 തീറ്റ ഇൻറ്റു cos⁻2n−1 തീറ്റ. അപ്പോൾ ഇത് ഒരു 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഈ 4നെ മാറ്റിയിട്ട് ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2. ഓക്കെ, ഇപ്പോൾ ഇത് βmn അല്ല βnm എന്നാണ് വരിക, കാരണം സൈൻ അല്ലേ n വന്നിരിക്കുന്നത്. പക്ഷേ βnm is same as βmn. സോ ദിസ് ഇസ് βmn എന്നതിന് വരും. ഇനി ഇത് ഈ പാറ്റേണിലാണ് കിടക്കുന്നത് e⁻r², സോ -t². ദെൻ t⁻2n−1. സോ ഇവിടെ വേരിയബിൾ r ആണെന്ന് മാത്രമേ ഉള്ളൂ. r⁻2n അല്ല, പകരം m + n ആണ്. അപ്പോൾ ഇത് ഗാമയുടെ ഫോമിലാണ്. ഗാമ n ആണെങ്കിലാണ് 2n−1. അപ്പോൾ ഇവിടെ 2 ടൈംസ് m + n -1 ആണ്. സോ ദിസ് ഇസ് ഗാമ ഓഫ് m + n ആണ്. അപ്പോൾ ഇത് 1, ഇത് 2, 1ഉം 2ഉം കൂടെ ഉപയോഗിച്ചിട്ടാണ്. സോ ദർഫോർ ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഗാമ m ഇൻറ്റു ഗാമ n ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് m + n ഇൻറ്റു βmn. ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ടായി. ആൻഡ് എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന സമയത്ത് ഗാമ mn ഇസ് ഈക്വൽ ടു ഇതിന് നമുക്ക് m−1 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഇതിന് n−1 ഫാക്ടോറിയൽ, ഇത് m + n -1 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കേസുകൾ, അതായത് βmn ഇസ് ഈക്വൽ ടു ഈ രീതിയിൽ ഉള്ള എക്സ്പ്രഷനും ആൻഡ് ഗാമ n ഇസ് ഈക്വൽ ടു ഈ രീതിയിലുള്ള എക്സ്പ്രഷനും, ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഗാമ m ഇൻറ്റു ഗാമ n 2 വേരിയബിൾസ് എടുത്തുവന്നേ ഉള്ളൂ. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ക്ലബ് ചെയ്യുന്നു. അപ്പോൾ x² + y² ഒന്ന്, x² + y² വരുമ്പോൾ നമ്മൾ പോളാറിലോട്ട് മാറ്റുന്നു.
എക്സ് ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആയി. ഡി എക്സ് ഡി വൈ എന്നുള്ള ആർ ഡി ആർ ഡി തീറ്റ ആയി. ലിമിറ്റുകൾ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് വരുന്നതുകൊണ്ട് 0 to π/2 0 to ഇൻഫിനിറ്റിയും വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ തീറ്റയും ആറും രണ്ട് ഇൻ്റഗ്രലാക്കി എഴുതി നോക്കുമ്പോൾ നമുക്ക് ഈ പാറ്റേണിൽ വരുന്നു റിസൾട്ടായി. ഇനി നോക്കുന്ന രണ്ട് സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആണ്. ഗാമ ഹാഫിൻ്റെ വാല്യൂ ഇസ് √π ആൻഡ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to - x squared dx is √π/2. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷനാണ് ഉപയോഗിക്കുന്നത്. ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് എം പ്ലസ് എൻ. പുട്ട് എം ഇസ് ഈക്വൽ ടു എൻ ഇസ് ഈക്വൽ ടു 1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ തിരിച്ചെഴുതുകയാണ്. ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 ഡിവൈഡഡ് ബൈ ഗാമ 1/2 പ്ലസ് 1/2 ഈക്വൽ ടു ബീറ്റ 1/2 1/2 എന്ന് വരും. സോ ഇവിടെ ദാറ്റ് ഈസ് ഗാമ 1/2ൻ്റെ സ്ക്വയർ, അതാണ് നമുക്ക് വേണ്ടത്. ഇത് റൂട്ടല്ല, ഗാമ 1/2ൻ്റെ സ്ക്വയർ ആണ്. റൂട്ട് ആൻഡ് ഗാമ 1 എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1. സോ ബീറ്റ 1/2 1/2 എന്നാണ് വരിക. ആൻഡ് ബീറ്റ 1/2 എന്നുള്ളത് നമ്മൾ ഇൻ്റഗ്രലിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പല രീതിയിൽ എഴുതാം. പക്ഷേ ഞാനതിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും ഉള്ള ഫോമിലോട്ട് എഴുതാണ്. 0 to π/2 സൈൻ റേസ് ടു 2n-1 തീറ്റ 2m-1 തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 2n-1 തീറ്റ ഡി തീറ്റ. ഈ 2 × 1/2 എന്ന് പറഞ്ഞാൽ 1 ആയി, 1 - 1 0 ആയി. സോ സൈൻ റേസ് ടു 0 1 ആയി, കോസ് റേസ് ടു 0 1 ആയി. സോ ദിസ് ഇസ് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/2 ഡി തീറ്റ വന്നു. ഡി തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റയായി, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/2 എന്ന് വന്നു. സോ 2 × π/2 ദാറ്റ് ഈസ് π. ദർഫോർ ഗാമ ഹാഫ് ഇസ് ഈക്വൽ ടു ഗാമ ഹാഫിൻ്റെ സ്ക്വയർ ആണ് π √π. ഇനി ഇതിലോട്ട് പോയാൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to -x squared dx ആണ്. നമ്മൾ ഗാമ ഫംഗ്ഷൻ്റെ പാറ്റേണിലോട്ട് മാറ്റാൻ ഇവിടെ എക്സ് സ്ക്വയർ ഒരു പ്രശ്നമാണ്. ഞാൻ എക്സ് സ്ക്വയറിന് പുതിയൊരു വേരിയബിൾ എടുക്കുകയാണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി എന്ന് എടുക്കുന്നു. ദെൻ 2x dx ഇസ് ഈക്വൽ ടു dt ആയി. എക്സ് വേരിയസ് ഫ്രം 0 to ഇൻഫിനിറ്റി ആകുമ്പോൾ ടി വേരിയസ് ഫ്രം 0 to ഇൻഫിനിറ്റി നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയറിന് പകരം ടി ആയി. സോ e raised to -t. സോ ഇവിടെ ഡി എക്സ് ഉണ്ട്. ഡി എക്സ് dt/2x വരും. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു dt/2x എന്ന് വരും. ആൻഡ് എക്സ് എന്ന് പറയുന്നത് √t ആണ്. കാരണം എനിക്കത് ഡി എക്സിനെ കംപ്ലീറ്റ് ആയിട്ട് ടിയിലോട്ട് മാറ്റണമല്ലോ. സോ ദാറ്റ് ഈസ് dt/2 × √t എന്ന് വരും. അപ്പോൾ ഇവിടെ dt/2 √t വരിക. സോ ദാറ്റ് ഈസ് 1/2 പുറത്ത് വരും. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to -t ആൻഡ് t raised to -1/2 dt എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to -t നമ്മൾ ഗാമയുടെ ഫോമിലോട്ട് വരികയാണ്. t raised to ഈ -1/2 എന്ന് പറയുന്നത് 1/2 -1 ആണ്. സോ e raised to -t t raised to n-1 എന്നുള്ള ഫോമായി. സോ ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ഗാമ 1/2 എന്ന് വരും. ഗാമ 1/2ൻ്റെ വാല്യൂ √π ആണ്. സോ ദിസ് ഇസ് √π ഡിവൈഡഡ് ബൈ 2. ചെറിയ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കേണ്ട റിസൾട്ടുകളാണ്. ഗാമ ഹാഫിൻ്റെ വാല്യൂ √π ആണ്. 0 to ഇൻഫിനിറ്റി e raised to -x squared dx is √π/2. അടുത്ത ഡ്യൂപ്ലിക്കേഷൻ ഫോർമുലയാണ്. ഗാമ എം ഇൻറ്റു ഗാമ എം പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു √π ഡിവൈഡഡ് ബൈ 2 raised to 2m-1 ഇൻറ്റു ഗാമ 2m. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന വേറൊരു റിസൾട്ട് ഉണ്ട്. ഗാമ 1/4 ഇൻറ്റു ഗാമ 3/4. അപ്പോൾ ഇതിപ്പോൾ ഈ പാറ്റേണിലാണ്. എമ്മിൻ്റെ വാല്യൂ 1/4 ആവുന്ന സമയത്ത് എം പ്ലസ് ഹാഫ് ആണ് 3/4. സോ ഗാമ 1/4 ഇൻറ്റു ഗാമ 3/4 ഇസ് ഈക്വൽ ടു √π ഡിവൈഡഡ് ബൈ 2 raised to 2m. സോ 2 ഇൻറ്റു 1/4 -1 എന്ന് വരും. ഗാമ 2m ദാറ്റ് ഈസ് 1/2 എന്ന് വരും.
So that is equal to root pi divided by either 2 into 1 by 4, that is 1 by 2, 1 by 2 minus 1 minus 1 by 2i. So 2 raised to minus 1 by 2. And ഇവിടെ gamma half is root pi into root pi pi I. 1 by 2 raised to minus 1 by 2 എന്നുള്ള മുകളിലോട്ട് എടുക്കുമ്പോൾ 2 raised to 1 by 2 ആയി. 2 raised to 1 by 2 is root 2. So that is root 2 pi. So gamma 1 by 4 into gamma 3 by 4 is equal to root 2 pi എന്ന് പറയുന്ന ഒരു റിസൾട്ട് കൂടെ നമുക്ക് കിട്ടാം ഡ്യൂപ്ലിക്കേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട്. ഇനി ഡ്യൂപ്ലിക്കേഷൻ ഫോർമുലയുടെ പ്രൂഫ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? We have beta mn is equal to 2 times integral 0 to pi by 2 sin raised to 2m minus 1 theta into cos raised to 2n minus 1 theta d theta. ഈ ഫോർമുല നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ അകത്ത് m is equal to n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ 2m എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 2m minus 1 theta into cos raised to 2m minus 1 theta d theta. അപ്പോൾ ഇവിടെ സൈനും കോസിനും ഒരേ പവറായി. So that is 2 times 0 to pi by 2 sin theta into cos theta the all raised to 2m minus 1 d theta എന്ന് വരും. Now 2 sin theta cos theta എന്നുള്ളത് sin 2 theta ആണ്. 2 sin theta cos theta is sin 2 theta. അപ്പോൾ sin theta cos theta എന്നുള്ളത് sin 2 theta by 2 എന്ന് എഴുതാം. So this is 2 times ഈ 2 ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഈ റേസ് ടു 2m മൈനസ് 1 ഉണ്ട്. സോ 2 ടൈം 0 ടു പൈ ബൈ 2 സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ദ ഓൾ റേസ് ടു 2m മൈനസ് 1 ഡി തീറ്റ. സോ ദാറ്റ് ഈസ് 2 റേസ് ടു 2m മൈനസ് 1 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വരും. അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 2m മൈനസ് 1 വരും. അല്ലെങ്കിൽ 1 ബൈ 2 റേസ് ടു 2m മൈനസ് 2 എന്ന് വരും കാരണം ഒരു 2 കട്ട് ചെയ്തു. സോ ബാക്കി വരുന്ന ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 2m മൈനസ് 1 2 തീറ്റ ഡി തീറ്റ എന്ന് വരും. ഞാൻ 2 തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 2 തീറ്റ ഇസ് ഈക്വൽ ടു പുതിയൊരു വേരിയബിൾ ടി എന്ന് കൊടുക്കുകയാണ്. ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറണം. So 2 d theta is equal to dt എന്ന് വരും. Theta is varying from 0 to pi by 2 ആ. സോ ടിയുടെ വേരിയേഷൻ വരാവുന്നത് തീറ്റ 0 ആവുന്ന സമയത്ത് ടി എന്ന് പറയുന്നത് നമ്മൾ 2 തീറ്റയാണ്. സോ 0 ആയി. ആൻഡ് തീറ്റ പൈ ബൈ 2 ആവുന്ന സമയത്ത് 2 പൈ ബൈ 2. സോ ടിയുടെ പൈ ബൈ 2. സോ ദസ് ഇൻ്റഗ്രൽ ബിക്കം ഇൻ്റഗ്രൽ 1 by 2 raised to 2m minus 2 0 to pi sin raised to 2m minus 1 2 തീറ്റ എന്നുള്ളത് മാറിയിട്ട് ടി ആയി. ഡി തീറ്റ എന്നുള്ളത് ഡി ടി ബൈ 2. ഓക്കെ, അപ്പോൾ ഒരു 2 കൂടെ ഇങ്ങോട്ട് വരും. സോ 1 by 2 raised to 2m minus 1 അല്ലെങ്കിൽ ഈ 2 ഇവിടെ കട്ട് ചെയ്യാതെ വെച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്താലും മതി. ഇൻ്റഗ്രൽ 0 to pi sin raised to 2m minus 1 t dt. Now again 0 to pi ആണ്. ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? സൈൻ പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം 2 raised to 2m minus 1 ഇൻറ്റു ഈ 0 to pi എന്നുള്ളതിനെ ദാറ്റ് ഈസ് 2 times 0 to pi by 2 എന്നാക്കാം. സൈൻ raised to 2m minus 1 t dt. അപ്പോൾ ഇങ്ങനെ എഴുതാവുന്നത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈ എഫ് ഓഫ് 2a മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ 2 times ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതാണ് അവിടെയുള്ള കണ്ടീഷൻ. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 2 times എന്ന് എഴുതാം. 2 times 0 to ലിമിറ്റ് ഹാഫ് ആവും. So this is equal to 1 by 2 raised to 2m minus 1 into 2 times
integral 0 to pi by 2 sin raised to 2m minus 1 theta cos raised to 0 t dt. ഇപ്പോൾ കോസ് ഇല്ല അവിടെ, കോസ് റൈസ് 0 എന്ന് എഴുതുക. കാരണം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കറിയാവുന്ന ഒരു ഫോമിലോട്ട് വന്നു. ഏത് ഫോം തന്നെയാണ്? 2 times 0 to pi by 2 sin raised to 2m minus 1 theta cos raised to 0 ആണ് എന്നുള്ളതാണ് ചേഞ്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 raised to 2m minus 1 ഇൻറ്റു ഇതിനെ നമുക്ക് ബീറ്റയിലോട്ട് കൊണ്ടുവന്നാൽ ബീറ്റ ഓഫ് എം ഉണ്ട്, കാരണം 2m minus 1 ആണ്. ഇവിടുന്ന് 2n minus 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2n is equal to 1i, n is equal to 1 by 2. So 1 by 2. So sorry, ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. 2m അല്ല, m, m ആണ്. m ഈക്വൽ ടു n ആവുന്ന സമയത്ത് ബീറ്റ m, m എന്നാണ് ഇവിടെ വരിക. സോ ദിസ് ഈസ് നമുക്ക് കിട്ടിയതാണ് ബീറ്റ m ഇസ് ഈക്വൽ ടു ഇങ്ങനെ റിസൾട്ട് വന്നിട്ട്. ഇനി ബീറ്റനെ ഗാമയിലോട്ട് മാറ്റാം, കാരണം നമുക്ക് വേണ്ട റിസൾട്ട് ഗാമയിലാണ്. സോ ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ 2m വരും. ഇസ് ഈക്വൽ ടു 1 by 2 raised to 2m minus 1 ഇൻറ്റു ബീറ്റ എം 1 by 2 എന്നുള്ളതിനെ വീണ്ടും അതേപോലെ തന്നെ ഗാമ എം ഇൻറ്റു ഗാമ 1 by 2 ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് 1 by 2 എന്ന് വരും. ഇതിൽ ഒരു ഗാമ എം കട്ട് ചെയ്തു പോകും. ഗാമ 1 by 2ൻ്റെ വാല്യൂ റൂട്ട് പൈ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഗാമ എം ഇൻറ്റു ഗാമ എം പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 by 2 raised to 2m minus 1 ഗാമ ഹാഫിൻ്റെ വാല്യൂ റൂട്ട് പൈ. ഓക്കെ, ഗാമ 2m. ചെയ്തത് ഈ 2m എന്നുള്ളത് കൊണ്ട് ആണ് നമ്മൾ എം എന്നെടുത്തത്. അതായത് m ഇസ് ഈക്വൽ ടു n എന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങോട്ടുള്ളത് വെറും സിംപ്ലിഫിക്കേഷനാണ്. സൈൻ കോസ് ഒരേ പവർ വന്നു, സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ബൈ 2 എന്നെടുത്തു. ദെൻ 2 തീറ്റ എന്നുള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ബീറ്റയിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ 2 തീറ്റനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ദെൻ ഇവിടെ സൈനിൻ്റെ പവർ മാത്രമേ ഉള്ളൂ, അപ്പോൾ കോസിൻ്റെ പവർ 0 ആക്കി എടുത്തു. വീണ്ടും ബീറ്റയിലോട്ട് കൊണ്ടുവന്നു, ബീറ്റയിനെ കംപ്ലീറ്റ് ആയിട്ട് ഗാമയിലോട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഗാമ 1/4 ഇൻറ്റു ഗാമ 3/4 ഇസ് ഈക്വൽ ടു √2 പൈ എന്നുള്ളത്. നോക്കാം രണ്ട് ക്വസ്റ്റ്യൻസ്. ഇവാലുവേറ്റ് 0 to pi by 2 sin raised to 7x dx and 0 to pi by 2 root of tan theta d theta. ഓക്കെ, ഇതിന് പല രീതിയിലുള്ള ഡയറക്റ്റ് ഫോർമുലാസൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ബീറ്റ ഗാമയിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi by 2 sin raised to 7x into cos raised to 0x dx എന്ന് വരാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന റിസൾട്ട് ഉണ്ട് 2 times ഇൻറ്റഗ്രൽ 0 to pi by 2 sin raised to 2m minus 1 theta into cos raised to 2n minus 1 theta d theta is equal to beta mn എന്നുണ്ട്. സോ അതിലോട്ട് ഇതിനെ കൊണ്ടുവന്നാൽ ഒരു 2 ഇവിടെ കുറവുണ്ട്. സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ബീറ്റ ഓഫ് നമുക്ക് വേണ്ടതാണ് 2m minus 1 ലോട്ട് m ആണ്. അപ്പോൾ ഇവിടെയുള്ള പവർ എന്തോ അതിനോടൊരു 1 ആഡ് ചെയ്യുക ബൈ 2 ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ 7നോട് 1 ആഡ് ചെയ്യുന്നു, സോ ദാറ്റ് ഈസ് 8 ബൈ 2 ചെയ്യുന്നു, സോ 4. അതേപോലെ കോസ് റൈസ് ടു 0 ആണ്, സോ ഇതിനോടൊരു 1 ആഡ് ചെയ്യുന്നു ബൈ 2 ചെയ്യുന്നു, സോ 1/2. ഈ 2m minus 1നോട് 1 ആഡ് ചെയ്ത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലാണ് m. 2n minus 1നോട് 1 ആഡ് ചെയ്ത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലാണ് n. അതേപോലെ തന്നെ ഇവിടെ. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ 4 1/2 എന്നുള്ളതിനെ നമുക്ക് ഗാമയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഗാമ 4 ഗാമ 1/2 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് 4 + 1/2. ഇനി ഗാമ 4 എന്നുള്ളത് ഗാമ n ഇസ് n-1 ഗാമ n-1 എന്ന് എഴുതാം. ഗാമ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ, പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ കേസിൽ ഗാമ n ഇസ് n-1 ഫാക്ടോറിയൽ. സോ ദിസ് ഇസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു ഗാമ ഹാഫ് മുകളിലുണ്ട്, ഗാമ ഹാഫ് ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ ഗാമ 4 + ഹാഫ് എന്നുള്ളതിനെ നമുക്ക് ഗാമ n ഇസ് ഈക്വൽ ടു n-1 ഗാമ n-1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണെങ്കിൽ
n മൈനസ് 1 എന്ന് പറയുമ്പോൾ 3+12 വരും, ഗാമ 3+12. ആ ഗാമ 3+12നെ വീണ്ടും 1 മൈനസ് ചെയ്യുന്നു. സോ 2+12 ഇൻറ്റു ഗാമ 2+12 വരും. ഗാമ 2+12നെ വീണ്ടും 1 മൈനസ് ചെയ്യുന്നു. സോ 1+12 ഇൻറ്റു ഗാമ 1+12 വരും. അതിൻ്റെ അകത്ത് വീണ്ടും 1 മൈനസ് ചെയ്യാം. സോ ഗാമ ഹാഫ് വരും, അല്ലെങ്കിൽ ഹാഫ് ഗാമ ഹാഫ്. ഗാമ ഹാഫ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരാവുന്നത് 1/2 ഇൻറ്റു 3 ഫാക്ടോറിയൽ മുകളിലുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 7/2 ഇൻറ്റു 5/2 ഇൻറ്റു 3/2 ഇൻറ്റു 1/2. അല്ലെങ്കിൽ ആദ്യമേ 4+1/2 എന്നുള്ളത് 9/2 ആക്കി എടുത്തുകൊണ്ട് ഈ 9/2ൻ്റെ ഗാമേനെ നമുക്ക് 7/2 ഇൻറ്റു 5/2 ഇൻറ്റു 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ ഹാഫ് എന്ന് എഴുതാം. സോ ദിസ് ഇസ് 3 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 2 ഇവിടെ കട്ട് ചെയ്തു. ഇത് മുകളിലുള്ള 1/2 ഒരു 2 കട്ട് ചെയ്തു. 2 2 2 8 ഉണ്ട്. അപ്പോൾ 8 മുകളിൽ വരും. ആൻഡ് 3 ഒരെണ്ണം ഇവിടെ കട്ട് ചെയ്യും. സോ 16 ഡിവൈഡഡ് ബൈ, അങ്ങനെ 8 മുകളിൽ വരുന്നതും അല്ലെങ്കിൽ 3 ഫാക്ടോറിയലുള്ള ഒരു 2 ഉണ്ട്. ആ 2 കട്ട് ചെയ്യും. ഈ 3യും കട്ട് ചെയ്യും. സോ ബാക്കി വരാവുന്നത് ഈ 4 2 മുകളിൽ വന്നു. സോ 16 ആയി. 7 ഇൻറ്റു 5 35. ഇനി ഡയറക്റ്റ് ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്. സൈൻ റൈസ് ടു 7 ആണെങ്കിൽ n അല്ലേ, സൈൻ റൈസ് ടു n-ൻ്റെ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റൈസ് ടു n തീറ്റ എന്നുള്ള ഫോമാണ്. n-1/n-ൽ തുടങ്ങും. സോ n-1 നമ്മൾ 6. സോ 6/7 തുടങ്ങുക. മുകളിൽ 2 കുറയ്ക്കുക, താഴെ 2 കുറയ്ക്കുക. സോ 4/5 ഇൻറ്റു 2/3. ഓക്കെ, 2/3ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. ഇനി അല്ല 1/2ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റു ഒരു 5/2 കൂടെ ഉണ്ടാവും. സോ ഇത് കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ 2 വരും. 16 ആയി. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 5 35. സോ ആ രീതിയിൽ ഇവാലുവേഷൻ ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇത് ഓഡ് പവർ ആവുന്ന സമയത്താണ് 2/3ൽ എൻഡ് ചെയ്യുള്ളൂ. കാരണം 2 ഇനി കുറച്ച് കഴിഞ്ഞാൽ 0 ആവും. ഇനി ഈവൻ പവർ ആവുന്ന സമയത്ത് 1/2ലാണ് എൻഡ് ചെയ്യുന്നത്. 1/2ൽ എൻഡ് ചെയ്യുമ്പോൾ ഇൻറ്റു ഒരു 5/2 കൂടെ ചെയ്യും. ഇനി ഇതിലോട്ട് പോയാൽ സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ടാൻ തീറ്റ എന്നുള്ളതിനെ നമുക്ക് റൂട്ട് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് തീറ്റ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു 1/2 തീറ്റ ആൻഡ് കോസ് റേസ് ടു -1/2 തീറ്റ ഡി തീറ്റ. സോ എഗെയിൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു 2 ഇല്ല. സോ 1/2 ഇൻറ്റു ആൻഡ് ബീറ്റയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബീറ്റ ഓഫ് പറഞ്ഞ കാര്യം 2m-1 ആണെങ്കിൽ പവറിനോട് 1 ആഡ് ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനോട് 1/2നോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/2 ആയി. 3/2നോട് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 ആവും. ഇത് -1/2 ഒരു 1 ആഡ് ചെയ്യുന്ന സമയത്ത് 1/2 ആവും. /2 ചെയ്യുന്ന സമയത്ത് 1/4 ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബീറ്റേനെ ഗാമയിലോട്ട് നമ്മൾ ഇവാലുവേഷൻ്റെ ഗാമയിലോട്ട് പോകണം. സോ ഗാമ 3/4 ഇൻറ്റു ഗാമ 1/4 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് 3/4 + 1/4. സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഈ 3/4 + 1/4 എന്ന് പറഞ്ഞാൽ 1 ആയി. ഗാമ 1ൻ്റെ വാല്യൂ 1 ആയി. ഗാമ 1/4 ഇൻറ്റു 3/4 നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേഷൻ ഫോമിൽ ഉപയോഗിച്ചിട്ട് എഴുതി വെച്ചിരുന്ന റിസൾട്ടാണ്. ദാറ്റ് ഈസ് √2π. സോ √2π കട്ട് ചെയ്യുന്ന സമയത്ത് ഈ 2ന് √2 × √2 എന്ന് എഴുതാം. സോ π/√2 എന്ന് വരും. സോ ഗാമ ഫംഗ്ഷനും ഇവിടെ കൊണ്ട് തീരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബീറ്റ ഗാമ റിലേഷൻ, ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഫോമുലയുണ്ട്. ഗാമ ഹാഫിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് 0 to ∞ e⁻⁻x cos dx ൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷൻ, ആൻഡ് ദെൻ ഈ ടൈപ്പ് പ്രോബ്ലംസ്.